രാവിലെ മാർക്കറ്റിൽ പോയിട്ട് വലിയൊരു ചൂര വാങ്ങിച്ചു കൊണ്ടുവന്നു. മുറിച്ചിട്ടാണ്ട് കൊണ്ടുവന്നു. പക്ഷേ മുഴുവനായിട്ടൊന്നും അവർ മുറിച്ചു തരില്ല, ബാക്കി നമ്മൾ മുറിക്കണം. അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. അത് എന്നെക്കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഏട്ടൻ തന്നെ ചെയ്യട്ടോ. കഷ്ണങ്ങളാക്കി അവിടെ മുറിച്ച് വെച്ചു. അപ്പോൾ കപ്പ കിട്ടിയപ്പോൾ നല്ല കപ്പയും വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് നന്നാക്കി മീനും കപ്പയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എനിക്ക് ഹെൽപ്പിന് കുറേ ആൾക്കാരാണ് വന്നത്. ഞാൻ കപ്പ പൊളിക്കുമ്പോൾ അവൾ കഴുകി തരാമെന്ന് പറഞ്ഞു. മറ്റേ ആൾ കപ്പേൻ്റെ തൊലി പൂച്ചയ്ക്ക് കൊടുക്കുകയാണ് കഴിക്കാൻ. കഴിച്ച പൂച്ചയാണ്. അപ്പം അരിശി കൊടുത്ത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് അവന്തിക കൊടുക്കുക കേട്ടോ പൂച്ചയ്ക്ക്. ഇത് ഇങ്ങനെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. അതൊക്കെ കഴിഞ്ഞ് അരിശി അകത്തേക്ക് കയറിപ്പോയി. അവന്തികൻ്റെ ബാക്കി പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പ കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ മാറ്റി ഒക്കെ എടുത്തിട്ട് തരും കേട്ടോ എനിക്ക്. ഞാൻ എന്തായാലും ഒന്നും കൂടി കഴുകും, അത് വേറെ കാര്യം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മണ്ണുണ്ടെങ്കിൽ അത് കടിക്കാമല്ലോ. അപ്പം നല്ലപോലെ കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒന്നും കൂടെ കഴുകി അതിൻ്റെ ഒരു കട്ട് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ മീൻ 2-3 ഭാഗമായിട്ട് മാറ്റി വെച്ചു കേട്ടോ. കുറച്ച് പിറ്റേന്നത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കപ്പ അതേ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് ദേ നാരങ്ങ വെള്ളം ഇവിടെ റെഡിയാണ്. അപ്പോൾ ആരുഷിക്ക് നല്ല ഇഷ്ടമായി തണുത്ത നാരങ്ങ വെള്ളം കിട്ടിയപ്പോൾ. അങ്ങനെ 2 പേർക്കും നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തു. അവർക്ക് സൂപ്പറാന്ന് പറഞ്ഞു, ഇഷ്ടമായി. അങ്ങനെ അവരവരെ ഭാഗത്ത് പോയിട്ടോ, പാട്ടിന് പോയി. പിന്നെ നമ്മൾ കപ്പേൻ്റെ പണി, കപ്പയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ. കപ്പയും മീൻകറിയും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ കഴിക്കാൻ, അടിപൊളിയാണ്. അപ്പോൾ ചോറുണ്ടാക്കി, പിന്നെ ഈ കപ്പയും കൂടി ഉണ്ടാകുമ്പോൾ ഉഷാറായില്ലേ. അങ്ങനെ വെള്ളം ഒഴിച്ച് അത് അടച്ച് അവിടെ മാറ്റി വെച്ചു കേട്ടോ വേവിക്കാൻ വേണ്ടി. മീൻകറി ഇവിടെ റെഡിയാണ്. ഇനി കപ്പയിലേക്ക് അരപ്പ് ഇട്ടു. ഇതിൽ ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഇതെല്ലാം കൂടിയാണ് അരച്ചത്. അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഉടച്ചു. നല്ല ഉടച്ച പേസ്റ്റ് പോലത്തെ കപ്പയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് ഉടയ്ക്കുന്ന കണ്ടപ്പം അവന്തിക ഓടി വന്നു എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മെല്ലെ ആ കയ്യിലിൻ്റെ ആ തട്ടത്തുനിന്ന് ആ കപ്പ എടുത്ത് കഴിച്ചു കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഈ കപ്പ. അതുകൊണ്ട് മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കടല, അപ്പോൾ അതും കൂട്ടിയിട്ടാണ് അവർ കഴിച്ചത്, കടലയും കപ്പയും കൂടെ. പിന്നെ ഞങ്ങൾ പിന്നെ മീൻകറി നല്ല ചൂരക്കറി കൂട്ടിയിട്ട് കപ്പ അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. നല്ല പേസ്റ്റ് പോലത്തെ കപ്പയായിരുന്നു. അതിലേക്ക് നല്ല തേങ്ങ അരച്ച ചൂരക്കറിയാണ് ഉണ്ടാക്കിയത്. അത് ഏട്ടനാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതേ കപ്പയും കടലയും ചൂരക്കറിയും കൂടെ കൂട്ടിയിട്ട് ഒരു പിടുത്തം കൂടെ പിടിച്ചു. എന്നിട്ട് വൈകിട്ട് പിന്നെ ഞങ്ങൾ കടയ്ക്കൽ തിരുവാതിര, കേട്ടിട്ടുണ്ടോ എല്ലാവരും? കടയ്ക്കൽ തിരുവാതിര ഇവിടെ കൊല്ലത്താണ്, അത് കാണാൻ വേണ്ടി പോയി. അതിൻ്റെ വീഡിയോ ഞാൻ വഴിയെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം.